ശബ്ദത്തിലൂടെയും പേരിലൂടെയും രാജ്യമെമ്പാടുമുള്ള റേഡിയോ ശ്രോതാക്കൾക്ക് സുപരിചിതനായ ഒരാളെ പ്രേക്ഷകർക്കായി കാട്ടിത്തരുകയാണ് ഞങ്ങൾ. കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല, ഈ റിപ്പോർട്ട് കണ്ടറിയാം. ഈ മുഖം എത്ര പേർക്ക് പരിചിതമാണെന്നറിയില്ല. പക്ഷേ ദാ ഈ സ്വരം കേട്ടാൽ ഏവരും തിരിച്ചറിയും ഇദ്ദേഹത്തെ. ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ബലദേവാനന്ദ സാഗരഃ. 40 വർഷത്തോളമായി പരിചിതനാണ് ബലദേവാനന്ദ സാഗർ എന്ന സംസ്കൃത വാർത്താ വായനക്കാരനെ ഭാരതീയർക്ക്. 1974 ഇദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലെത്തുന്നത്. ദൂരദർശൻ തുടങ്ങിയപ്പോൾ ആദ്യം വാർത്ത വായിച്ചതും ഇദ്ദേഹമായിരുന്നു. കഴിഞ്ഞ വർഷം റേഡിയോയിൽ നിന്ന് വിരമിച്ചു. എന്നാൽ ഇപ്പോഴും ഡൽഹിയിലെത്തുന്ന ദിവസം ഒരു സേവനമെന്ന നിലയിൽ വാർത്ത വായിക്കാൻ ബലദേവാനന്ദ സാഗർ ഓൾ ഇന്ത്യ റേഡിയോയിലെത്തും. കേരളത്തെ അതിരിട്ട് സ്നേഹിക്കുന്ന ഈ സംസ്കൃത പണ്ഡിതൻ തിരുവനന്തപുരം സംസ്കൃത കോളേജിലും കാലടി സംസ്കൃത സർവകലാശാലയിലും സെമിനാറുകളിൽ സംസാരിക്കാനായാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. When you see the map of India, the down south there is Kerala, just like our feet. So without feet we cannot walk. ഇനി അല്പം ക്രിക്കറ്റ് കമന്ററി കേൾക്കാം. अनेके क्रीडकाः क्रीडन्ति. साम्प्रतम् ऑस्ट्रेलिया देशं विरुद्ध्य भारतं क्रीडति. भारतस्य क्रीडकः सचिन तेंदुलकरः साम्प्रतं धावनाङ्कान् अर्जयित्वा धावति. तेन कन्दुकक्षेपेण कन्दुकम् आहत्य सद्यः धावनाङ्कः अर्जयत्. तदर्थं स्वस्थानात् प्रस्थितः पुनः प्रत्यागतः. ഉജ്ജയിനിയിലെ കാളിദാസ സംസ്കൃത അക്കാദമി ഡയറക്ടറാണ് ബലദേവാനന്ദ സാഗർ ഇപ്പോൾ. ഛായാഗ്രാഹകേണ വിഷ്ണുനാസഹ, അമൃത വാർത്താഹരഹ, രഞ്ജിത്ത് എസ് നായർ.